കെട്ടിവളം കെട്ടിവളം. നമുക്ക് ഇറങ്ങിയാലോ? ചേട്ടാ ഒരു മിനിറ്റ്. ഒടിയുമാ തമ്പി പിടിച്ചോ. இது மறந்துட்டானா? இது நம்ம ஊர் ஸ்டைல. தம்பி தங்கச்சி கல்யாணமா கல்யாணம் கல்யாணமா கல்யாணம் கல்யாணமா கல்யாணம் வாழ மீனுக்கும் வழங்க மீனுக்கும் கல்யாணம் அந்த தன்னா புண்ணி கூட்டம் எல்லாம் ஊரோளும். இது ஒரு சூப்பர் ஹிட் சாங். நல்ல பாட்டல்ல. ஓகே, இப்போ 2 பேருக்கு கல்யாணம் ஆயிடுச்சு. ஹாப்பி மேரிட் லைஃப். அந்த பெருமாள் சாமி இந்த தமிழ்நாட்டில் വെച്ച് നിങ്ങളുടെ കല്യാണം എഴുതി വെച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ വെച്ച് നടന്നത്. നോക്കുമോളെ, இந்த பையன் എപ്പോഴെങ്കിലും നിന്നെ നല്ല രീതി നോക്കിയില്ലെങ്കിൽ നീ ഒറ്റ ഒരു ഫോൺ ചെയ്താൽ മതി. ഞാൻ നോക്കിക്കോളാം. പിച്ച് തരും പിച്ച്. ചുമ്മാ ജോക്ക്. നല്ലവണ്ണം നോക്കണം. യു ബോത്ത് ആർ മേഡ് ഫോർ ഈച്ച് അതർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇറങ്ങിക്കോളൂ. എന്താ കഥ? അവരെ കണ്ടതിന് ഇത്ര സന്തോഷിക്കുന്ന എന്തിനാ? അവിടെ ഞാൻ ശ്രീകരനെയും പവിത്രയെയും കാണുകയായിരുന്നു ചേട്ടാ. അതുകൊണ്ട് എന്തോ സന്തോഷം തോന്നുന്നുണ്ട്. പവിത്രയുടെ കഴുത്തിൽ താലി കെട്ടിയതുപോലെ, 2 പേരും പുഷ്പഹാരങ്ങൾ മാറിയ പോലെ. ആലോചിച്ചപ്പോ തന്നെ കണ്ണിനതൊരു വലിയ ഉത്സവമായി തോന്നി. അവരുടെ കല്യാണം സത്യത്തിൽ നടക്കുന്ന ആ ദിവസം നമുക്ക് എത്ര സന്തോഷമായിരിക്കും അല്ലേ? ശ്രീകറിന്റെ കല്യാണം എത്രയും വേഗം കൺമുൻപിൽ നടക്കുന്നതിന് വേണ്ടത് ചെയ്യണേ സ്വാമി.
ആവണിയുടെ ജാതകം അറിയാൻ വേണ്ടി 10 മണിക്ക് അവളെയും കൂട്ടി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് 10 കഴിഞ്ഞല്ലോ. ഇനി അവരെന്താ കാണാത്തെ? എന്താടാ ഇത്? ഞാൻ കാണുന്നൊക്കെ സത്യമാണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് നന്നാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് തോന്നുകയാണോ വെറുതെ? നിന്റെ തോന്നലൊന്നുമല്ല, സത്യം തന്നെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞപ്പോ എനിക്ക് ക്ലാസ് എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ഈ തീരുമാനം എന്താടാ? ഇത് ഞങ്ങളെടുത്ത തീരുമാനമല്ലടാ, പിന്നെ സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാടാ. സാഹചര്യോ എന്ന് വെച്ചാ? എന്റെ ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ശേഷം എന്നെ വിവാഹം ചെയ്യാൻ പറ്റൂല്ലോ എന്ന് അവനിയോട് ചോദിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ പെട്ടെന്ന് അവിചാരിതമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നടാ. കൊറിയൻ സിനിമ തെലുങ്കിൽ കണ്ടപോലെ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. നടന്നത് എന്താന്ന് തുറന്നു പറടാ. എന്റെ സ്വന്തം വീട്ടിൽ വെച്ച് അച്ഛനെയും അമ്മയെ സാക്ഷിയാക്കി നടത്തിയേണ്ടിരുന്ന കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നു. സംഭവിച്ചത് എന്താന്ന് വെച്ചാ, ഇതാണ് ഉണ്ടായത്. ഇത് ഒരുപാട് ഷോക്കായി പോയടാ മോനെ. എന്തായാലും ഇങ്ങനെയൊന്നും ആരുടെയും കല്യാണം കഴിഞ്ഞ് കാണില്ല. ഉറപ്പായിട്ടും ഇത് ദൈവം തീരുമാനിച്ചാടാ. ക്ഷേത്രത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി. കൂട്ടത്തിൽ നിന്നെ ഒന്ന് കാണാലോന്ന് വെച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. സഹോദരി, ഒരു മിനിറ്റ്, ഇപ്പൊ വരാട്ടോ. ഇവിടെ വാടാ. എങ്ങോട്ടാടാ? ഇങ്ങോട്ട് വാടാ. എടാ, തല്ലിട്ട് വാടാന്ന് പറഞ്ഞ കൊന്നിട്ട് വന്ന പോലെ ഉണ്ട്. അവളുടെ ജാതകം മനസ്സിലാക്കുന്നതിന് മുമ്പ് നീ പോയി കല്യാണം കഴിച്ചത് എന്തിനാടാ? നിന്റെ വീട്ടിൽ കാല് വെക്കാനുള്ള അർഹത അവക്കൊണ്ടോ ഇല്ലയോ? ആ ഒരൊറ്റ പേടി മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ആവിന് എന്റെ ഭാര്യയായി എന്നുള്ള സന്തോഷമുണ്ട്. പക്ഷെ എന്റെ അമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക് ഞാൻ തെറ്റിച്ചോ എന്നുള്ള സംശയമുണ്ട്. അവളുടെ ജാതകം അറിയാൻ ഒരു വഴിയുണ്ട്. ആദ്യം അത് നോക്കാം. വാ. എന്താടാ അത്? പറയാം, വാ, നടക്ക്. ഏയ് പെങ്ങളെ, വരൂ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വാടാ, നടക്ക്. പൂജാരി, അർച്ചന ചെയ്യുന്ന സമയത്ത് ആവനിയുടെ ജാതകം മനസ്സിലാക്കാൻ പറ്റും. അത് അമ്മയുടെ ജാതകം പോലെ തന്നെ ആയിരിക്കണേ. തീർച്ചയായിട്ടും ആയിരിക്കും. രാശി, പാദം, വാരം എല്ലാം ശരിക്ക് പറഞ്ഞു കൊടുക്കൂ. ആദ്യം നിങ്ങൾ പറഞ്ഞോളൂ. അത് സാരമില്ല, താൻ പറഞ്ഞോളൂ. ആദ്യം നിങ്ങൾ പറയുന്നല്ലേ നല്ലത്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല.
താൻ ആദ്യം പറഞ്ഞോളൂ. അതുകൊണ്ടല്ല. അമ്മയുടെ ജാതകവും ആവനിയുടെ ജാതകവും ഒരുപോലെ തന്നെ ആവണേ എൻ്റെ അമ്മേ. നക്ഷത്രം ചോതി നക്ഷത്രം. ഭരണി നക്ഷത്രം. 3-ാം പാദം. 4-ാം പാദം. തുലാം രാശി. മേടരാശി. വൈശാഖ മാസം. കാർത്തിക മാസം. വ്യാഴാഴ്ച ദിവസം ജനിച്ചു. വെള്ളിയാഴ്ച ദിവസം ജനിച്ചൊരു പെൺകുട്ടിയെ എനിക്ക് മരുമകളായി തന്ന് അനുഗ്രഹിക്കണേ അമ്മേ. എടാ, എന്തു പറ്റിയടാ? ഒന്നുമില്ല, പെട്ടെന്ന് തലയൊന്ന് ചുറ്റി. ഇപ്പൊ ഓക്കെ അല്ലേ? ആ, நீங்களும் சொல்லுங்க. പേര് ശ്രീകർ. പുണർദമാണ് നക്ഷത്രം. 2-ാം പാദം. മിഥുന രാശി. തിങ്കളാഴ്ച ദിവസം ജനിച്ചു. स्थितां पद्मवर्णां तामिहोपह्वये श्रियं चन्द्रां प्रभासां यशसा ज्वलन्तीं श्रियं लोके देवदुष्टामुदारां तां पद्मिनीमीं शरणमहं प्रपद्ये एर्मे लक्ष्मी एर्मे नश्यतां त्वां वृणे सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवि नारायणि नमोऽस्तुते. हरिः ॐ. आपदामपहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहं. श्रीराम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने. ध्यायेत् पद्मासनस्थां विकसवदनां पद्मपुत्रायताक्षी मातां पीतवस्त्रां करकलितल हेमपद्मां वराङ्गे. ശ്രീകരേട്ടാ, പോയി പ്രദക്ഷിണം ചെയ്തു വാങ്ങോ. ശ്രീകരേട്ടാ വരൂ. അവനി, താൻ പോയി പ്രദക്ഷിണം ചെയ്തോളൂ. രണ്ടുപേർക്കും ചേർന്ന് ചെയ്താ പോരെ? എനിക്കിത് തല കറങ്ങുന്ന പോലെയുണ്ട്. ശരി, എന്നാ ഞാൻ പോയി ചെയ്തിട്ട് വരാം. അവനി, എന്തു പറ്റി മോളെ? ഹേ അവനി, എന്താ ഇത്? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തില് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ഓരോ അവസ്ഥകൾക്കനുസരിച്ച് ആ സ്വപ്നങ്ങളും അവരുടെ ആശകളും ത്യജിച്ചുകൊണ്ടാ ജീവിക്കുന്നത്. എന്റെ കാര്യത്തില് ഞാൻ ആലോചിക്കാത്തതാ നടന്നത്. മനുഷ്യർക്കിടയിൽ ദൈവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തെ പോലെ ഒരാള് എനിക്ക് ഭർത്താവായി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. നിങ്ങൾക്ക് എന്നോട് തോന്നിയ പ്രേമം ഒരു വരം. നിങ്ങളുടെ കൂടെ ആണ്ടുകളുടെ പ്രയാണം അമൂല്യം. ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ നിഴലിൽ ജീവിച്ചോളാം. നിങ്ങളുടെ നിഴലായി ജീവിച്ചോളാം.
അവള് പറയുന്ന വെച്ച് നോക്കുമ്പോ നിന്നെ ഒരു സെക്കൻഡ് കാണാതായി അവൾക്ക് സഹിക്കില്ല. നിന്റെ കൂടെ ജീവിക്കാൻ അവള് തീരുമാനിച്ചു കഴിഞ്ഞു. ജാതകം നോക്കിയാൽ ഒന്നും ചേരുന്നില്ല. അവളെ ഞാൻ ആദ്യമായിട്ട് അന്ന് കണ്ട ആ നിമിഷം മുതല് അവളുടെ ജാതകം ചേരുമെന്ന പ്രതീക്ഷയായിരുന്നടാ എന്നതാ ഇതുവരേക്കും എത്തിച്ചത്. ഇപ്പൊ ഇനി അമ്മ എങ്ങാനും ഈ കാര്യം അറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്ക് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നാളാ? എനിക്കൊന്നും അറിയില്ലടാ. വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? അതും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ? എന്റെ അടുത്തും ചോദ്യങ്ങളല്ലാതെ വേറെ ഉത്തരങ്ങളൊന്നുമില്ലടാ. അവളെ കണ്ട സമയത്ത് തന്നെ നീ ജാതകത്തെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നോടാ. പ്രേമിക്കുമ്പോ ആരെങ്കിലും ജാതകം നോക്കുവാടാ. പ്രേമിക്കാൻ ആവശ്യമില്ലടാ, പക്ഷെ നിന്റെ വീട്ടുകാർക്ക് അത് വേണ്ടേടാ. ഏതെങ്കിലും വിധത്തില് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാൻ നോക്കാം. അവനെ പോലൊരു പെണ്ണിനെ കിട്ടുന്നത് നിന്റെ ഭാഗ്യമാടാ. അവളെ ഒരിക്കലും നീ ചതിക്കരുത്. അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ഫ്രണ്ടാണ്. ഒറ്റ ഫോൺ ചെയ്താൽ മതി, എന്തായാലും ഞാൻ അവിടെ വന്നിരിക്കും. എന്റെ എല്ലാ വിഷമങ്ങളും തീർത്തയാളാ എന്റെ കൈ പിടിച്ചത്. ഇനിയും എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാവന ചേട്ടാ? നീ പറഞ്ഞതും സത്യമാ. ശരി ശരി, ഇനി നിങ്ങൾ പോവാൻ നോക്ക്, നമുക്ക് പിന്നെ കാണാം. ശരി. ചോതി നക്ഷത്രം, ഭരണി നക്ഷത്രം, തുലാം രാശി, മേടരാശി, വൈശാഖ മാസം, കാർത്തിക മാസം, വ്യാഴാഴ്ച ദിവസം ജനിച്ചു. വെള്ളിയാഴ്ച ദിവസം ജനിച്ചൊരു പെൺകുട്ടിയെ എനിക്ക് മരുമകളായി തന്ന അനുഗ്രഹിക്കണേ അമ്മേ. എന്താ ആലോചിക്കുന്നത്?